ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, നമ്മുടെ ഭൂമി എന്താ നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ നോക്കാൻ പോകുന്നത്? ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചാണ്. ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉള്ളറകളിലേക്ക് നമ്മളിവിടെ എന്താ നോക്കുന്നത്? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ ഭൂമിയുടെ എവിടെ താമസിക്കുന്നത്? നമ്മൾ ഭൂമിയുടെ പുറത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു ക്ലാസ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ഭൂമിയുടെ അകത്താണ് താമസിക്കുന്നതെന്നായിരുന്നു. അങ്ങനെ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ ആ ഭൂമിയിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ ഭൂമിയുടെ അകത്താണ് താമസിക്കുന്നതെന്നൊക്കെ കൊച്ചു കുട്ടികളാകുമ്പോൾ ചിന്തിക്കും. ഓക്കെ, പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭൂമിയുടെ പുറത്താണ് താമസിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടല്ലേ. എന്നാൽ ഭൂമിയുടെ ഉള്ളറയിലെ ചൂടെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ 1538 ഡിഗ്രി സെൽഷ്യസിൽ ഇരുമ്പ് പോലും ഉരുകി തുടങ്ങും. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലെ താപം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭൂമിയിൽ നിന്ന് ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ കൃത്രിമ ഉപഗ്രഹം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് കേവലം 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഉള്ളറയിലെ ചൂട്, മർദ്ദം, സാന്ദ്രത എന്നിവ കാരണമാണ് ഉള്ളറയിലേക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് ചെന്നെത്താൻ കഴിയാത്തത്. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ ഖനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം 12 കിലോമീറ്റർ ആണ് വരുന്നത്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താൻ ആകുന്നില്ല. മനുഷ്യൻ ചെന്നെത്തുന്നത് എങ്ങനെയാണ്? യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതേതൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഭൂമിയുടെ ഘടന. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുറമേയുള്ള ഭാഗത്തെയാണ് ഭൂവൽക്കം എന്ന് കാണിച്ചേക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഭൂവൽക്കത്തിന് ശേഷമുള്ള ഭാഗമാണ് എന്ത്? മാൻഡിൽ. അതുപോലെ തന്നെ മാൻഡിലിന് ശേഷം ഏതാ വരുന്നത്? പുറക്കാമ്പാണ് വരുന്നത്. പുറക്കാമ്പിന് ശേഷം ഏതാണ് ഉള്ളിൽ വരുന്നത്? അകക്കാമ്പാണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ വിവിധ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എളുപ്പം മനസ്സിലാവാൻ ഒരു പുഴുങ്ങിയ മുട്ട നമ്മൾ എടുക്കുകയാണെങ്കിൽ മുട്ടയുടെ പുറന്തോടിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഭൂവൽക്കമായിട്ട് പറയാം. അതിനുള്ളിൽ വെള്ളയുണ്ടല്ലേ. വെള്ളയെ നമുക്ക് എന്തായിട്ട് പറയാം? മാൻഡിലായിട്ട് പറയാം. അതിനുശേഷം മഞ്ഞയുണ്ടല്ലേ. മഞ്ഞയെ നമുക്ക് എന്തായിട്ട് പറയാം? കാമ്പായിട്ട് പറയാം. കാമ്പിനെയാണ് രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. എന്ത്? പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. ഓക്കെ, നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം ഏതാണ്? ഭൂവൽക്കം, ക്രസ്റ്റ്.
ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. നമുക്ക് ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദാ ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് ഭൂവൽക്കം ഉള്ളത്, കണ്ടോ? അപ്പോൾ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഭൂവൽക്കമാണ് കനം കുറവ്. ഇതെങ്ങനെയാണ് നിർമ്മിതമായിട്ടുള്ളത്? ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിന് കനം എത്രയാണ്? 30 കിലോമീറ്ററോളം വരും. അപ്പോൾ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ, 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എത്രയാണ്? 70 കിലോമീറ്ററോളം കനമുണ്ട്. നമുക്കറിയാം പർവ്വത ഉയർന്നല്ലേ കാണപ്പെടുന്നത്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രമാണ് കനമുള്ളത്. ഓക്കെ, മാൻഡിലിനെ കുറിച്ച് നോക്കാമേ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. നമ്മൾ കണ്ടായിരുന്നു ഭൂവൽക്കം ഇവിടെയാണ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? മാൻഡിലാണ്. ദാ ഇവിടം തൊട്ട് ഈ ഒരു ഭാഗം വരെയാണ് മാൻഡിൽ കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മറ്റുള്ള ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാൻഡിലിനാണ് കനം കൂടുതലായിട്ട് ഉള്ളത്. ഇനി എന്താ പറയുന്നത്? കനം കൂടുതലുള്ള ഭാഗമാണ് ഏത്? മാൻഡിൽ. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ മാൻഡിലിനെ എങ്ങനെയാണ് അപ്പർ മാൻഡിൽ, മിഡിൽ മാൻഡിൽ, ലോവർ മാൻഡിൽ എന്ന് തരംതിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിൽ അത് പറയുന്നില്ല, മുന്നോട്ടുള്ള ക്ലാസ്സിൽ അത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും അതുപോലെ തന്നെ ഉപരി മാൻഡിലും ചേരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിനെ മാഗ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അർദ്ധ ദ്രവാവസ്ഥയിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അർദ്ധ ദ്രവാവസ്ഥയിൽ, അതായത് മാഗ്മ കാണുന്ന ആ ഭാഗത്തെ പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ്. അപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്ത് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിലായിരിക്കും. അതായത് മാഗ്മ കാണപ്പെടുന്നത് അസ്തനോസ്ഫിയറിലാണ്. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, കാമ്പ്, കോറ്. ദാ ഇവിടം തൊട്ട് ഈ ഭാഗം വരെയാണ് കാമ്പ്. കാമ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. അപ്പോൾ നമുക്ക് നോക്കാം. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് എങ്ങനെയാണ്? ദ്രവ അവസ്ഥയിലാണ്. പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രവ അവസ്ഥയിലാണ്. അകക്കാമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഖര അവസ്ഥയിലാണ്. അകക്കാമ്പ് ഖര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളെ കൊണ്ട് രൂപം കൊണ്ടതാണ്. ഏതൊക്കെയാണ്? നിക്കൽ, Ni, നിക്കൽ. അതുപോലെ തന്നെ ഇരുമ്പ്, ഇരുമ്പിന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? അയൺ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പറയുന്നത്? കാമ്പിന് നിഫെ എന്നും അതുകൊണ്ട് പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിലെ ഏറ്റവും അകത്ത്. അകക്കാമ്പിലെ ചൂടെന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു ഭൂമിയുടെ ഉള്ളറയിൽ കേന്ദ്രത്തിൽ എത്രത്തോളമാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടെന്നല്ലേ? ഓക്കെ, ഭൂമിയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. നമ്മൾ ഭൂവൽക്കവും മാൻഡിലും കാമ്പും നോക്കിയല്ലേ? പോയിന്റുകളൊന്ന് ക്രോഡീകരിച്ച് പറയാം. ഭൂവൽക്കം എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ കനം കുറവാണ്. പിന്നെ വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം. ഇനിയും മാൻഡിലോ? ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെ ഉള്ള ഭാഗമാണ് മാൻഡിൽ. പിന്നെ ലിതോസ്ഫിയർ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അസ്തനോസ്ഫിയറും പഠിച്ചു. ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും കൂടെ ചേരുന്നതാണ് ഏത്? ലിതോസ്ഫിയർ. ഓക്കെ, അതായത് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായാണ് മാഗ്മ കാണപ്പെടുന്നത്. മാഗ്മ കാണപ്പെടുന്നത് എവിടെയാണ്? അസ്തനോസ്ഫിയറിലാണ്. ഓക്കെ, ഇനി കാമ്പ്. കാമ്പ് എങ്ങനെ അറിയപ്പെടുന്നത്? നിഫെ എന്ന് അറിയപ്പെടുന്നുണ്ടല്ലേ? അപ്പോൾ കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. അകക്കാമ്പ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പിന് പുറഭാഗം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട് അകക്കാമ്പിലേത്. ഓക്കെ, നോക്കിക്കേ,
എക്സ്ട്രാ പോയിന്റ് ആണ് ഭൂവൽക്കത്തെ കുറിച്ച്. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്രഭൂവൽക്കത്തെ എങ്ങനെയാ സീമ എന്നും വിശേഷിപ്പിക്കുന്നു. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ എന്താ വിളിക്കുന്നത്? സിയാൽ എന്നും സമുദ്രഭൂവൽക്കത്തെ സീമ എന്നും വിശേഷിപ്പിക്കുന്നു. സിയാൽ എന്ന് പറയുന്നത് സിലിക്കണും അലൂമിനിയവും ധാരാളമുള്ള ശിലകളാൽ നിർമ്മിതമാണ്. സീമ എന്ന് പറയുന്നത് സിലിക്കണും മഗ്നീഷ്യവും കൂടുതലുള്ള ശിലകളാണ്. അപ്പോൾ സിയാൽ എന്ന് പറയുന്നത് സിലിക്കണും അലൂമിനിയവും, ഫസ്റ്റ് ലെറ്റർ ഓർക്കണേ. അതുപോലെ തന്നെ സീമ എന്നാൽ സിലിക്കണും മഗ്നീഷ്യവും, SiMa. ഇവിടെ എന്താണ് മഗ്നീഷ്യത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് Mg ആണ്, എന്നാലും നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് സീമ എന്നാ പറയുന്നത്. ഓക്കെ. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന് മറ്റു ഭൂവൽക്കത്തേക്കാൾ കനമുണ്ട്. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന് മറ്റു ഭൂഖണ്ഡങ്ങളെക്കാൾ കനമുണ്ട്. 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ കനം ഉണ്ടായിരിക്കും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി എത്രയാണ്? നമ്മൾ ടെക്സ്റ്റിൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5 എന്നും 7 എന്നും പറയുന്നുണ്ട്. അപ്പോൾ 5 തൊട്ട് 7 കിലോമീറ്റർ വരെയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ മാൻഡിൽ നോക്കിക്കേ. ഭൂവൽക്കത്തെ പോലെ മാൻഡിലും കനമുള്ള ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഫെറോ, മഗ്നീഷ്യം ഖനിജങ്ങളാൽ രൂപം കൊണ്ട കട്ടി കൂടിയ ആഗ്നേയ ശിലകളാണ് മാൻഡിലിൽ ഉള്ളത്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിമേഖലയും ചേർന്നതാണ് ലിതോസ്ഫിയർ. ഇതിന് സമുദ്രത്തിന്റെ അടിയിൽ ഏകദേശം 70 കിലോമീറ്ററും ഭൂഖണ്ഡങ്ങളുടെ അടിയിൽ 125 കിലോമീറ്ററോ അതിൽ കൂടുതലോ കനമുണ്ടായിരിക്കും. ഏകദേശം 200 കിലോമീറ്റർ ആഴമുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ. മാഗ്മ രൂപം കൊള്ളുന്നത് ഈ മേഖലയിൽ വെച്ചായിരിക്കുമെന്ന് കരുതുന്നു. ഈ മേഖലയിൽ ശിലകൾക്ക് ബലം കുറവാണ്. അടുത്തത് കാമ്പ്. കാമ്പിന് 2 ഭാഗങ്ങളുണ്ടെന്ന് കരുതുന്നു. ഏതൊക്കെയാണ്? അകക്കാമ്പും പുറക്കാമ്പും അല്ലെ. ദ്രവ അവസ്ഥയിലുള്ള ബാഹ്യകാമ്പും ഖരാവസ്ഥയിലുള്ള ആന്തരകാമ്പും. കാമ്പ് ശിലകൾ കൊണ്ടല്ല, മറിച്ച് ലോഹം കൊണ്ട് രൂപപ്പെട്ടതാണ്. മുഖ്യ ലോഹം ഇരുമ്പും ചെറിയ അളവിൽ സിലിക്കണോ സൾഫറോ നിക്കലോ ചേർന്നതുമാകാം. നിക്കലിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് ഇരുമ്പും നിക്കലും ചേർന്നുണ്ടായ കാമ്പിന് ആവശ്യത്തിലധികം സാന്ദ്രത ഉണ്ടാകാം. ഭൂമിയുടെ ഏകദേശം 1% മാത്രമേ ഭൂവൽക്കമുള്ളൂ. മാൻഡിൽ 84%, കാമ്പ് 15%. ഓക്കെ. ഭൂമിയുടെ അന്തരീക്ഷം. നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് നോക്കാം. മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഭൂമിക്ക് ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ. ജീവൻ നിലനിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഭൂമിയിലാണ്. മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഒരുപാട് പ്രത്യേകത നമ്മുടെ ഭൂമിക്കുണ്ട്. നോക്കിക്കേ, ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലുണ്ടായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, അന്തരീക്ഷ സംരചന. ഇത് പഠിച്ചു വെക്കണേ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷവായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ മലയും കുന്നും എവറസ്റ്റും ഒക്കെ കയറി പോകുന്നവർക്ക് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടത്തില്ലേ? എന്തുകൊണ്ടാണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഏതൊക്കെയാണ്? ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും. നോക്കിക്കേ, ഇവിടെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അന്തരീക്ഷ വാതകങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഏതാണ്. നൈട്രജൻ ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ.
നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? എത്രയാണ്? 99% ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ? 99%. 78%വും 21%വും ചേരുമ്പോൾ 99% കിട്ടും. ബാക്കി 1% മറ്റുള്ള വാതകങ്ങൾ വരുന്നത്. അതേതൊക്കെയാണ്? ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഓക്കെ. അന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങൾ. അന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങളും അതിന്റെ സൂത്രവാക്യവും വ്യാപ്തോടെ കൊടുത്തേക്കുന്നത്. ഇതൊന്ന് നോക്കി വെച്ചേക്കണേ, ഇത് പ്രധാനപ്പെട്ടതാ. ഓക്കെ. നൈട്രജന്റെ സൂത്രവാക്യം എങ്ങനെയാണ്? N2 എന്നാണ്. 78.08 വ്യാപ്തം. ഓക്സിജൻ O2 20.95, ആർഗൺ AR 0.93, കാർബൺ ഡൈ ഓക്സൈഡ് CO2 0.036 ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം. അതുപോലെ തന്നെ നിയോണ് Ne എന്നാണ് സൂത്രവാക്യം. 0.002 ആണ് വ്യാപ്തം. ഹീലിയം He 0.0005, ക്രിപ്റ്റോൺ Kr 0.001, സിനോൺ Xe ആണ് സൂത്രവാക്യം. 0.00009 ആണ് വ്യാപ്തം. ഹൈഡ്രജൻ H2 0.00005 ആണ് ഹൈഡ്രജന്റെ വ്യാപ്തം. ഓക്കെ. സൂര്യതാപമേറ്റ് ഭൗമ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യതാപമേറ്റ് ഭൗമ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം, ഇവാപറേഷൻ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് എത്രയാണ്? 90 കിലോമീറ്റർ വരെ മാത്രമാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് എവിടെയാണ്? ഭൗമ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ മേഘം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ എങ്ങനെയാ വിളിക്കുന്നത്? ഘനീകരണ മർമ്മങ്ങൾ. ഓക്കെ. ബാഷ്പീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശയങ്ങൾ. ഉഷ്ണമേഖലകളിൽ താപനിലയും ബാഷ്പീകരണ തോതും കൂടുതലായിരിക്കും. എല്ലാ സമയത്തും ബാഷ്പീകരണം ഒരേ അളവിലല്ല നടക്കുക. ജലാശയങ്ങളോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അന്തരീക്ഷ ജലാംശം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിലുള്ള നീരാവി തണുത്ത ജലകണികകളായി മാറുന്നു. ഭൗമ ഉപരിതലത്തിൽ ഒരു നിശ്ചിത ഉയരത്തിൽ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. നമ്മൾ പഠിച്ച പോയിന്റ് അല്ലേ? ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി നോക്കിക്കേ, ബാഷ്പീകരണം. പ്രതിദിനം ഏതാണ്ട് 1200 ക്യൂബിക് കിലോമീറ്റർ ജലം ഭൂമിയുടെ കരഭാഗങ്ങളിൽ നിന്നും പുഴ, കായൽ, കടൽ തുടങ്ങിയ ജലാശയങ്ങളിൽ നിന്നും ചെടികൾ, മഞ്ഞുപാളികൾ എന്നിവയിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നു. ജലത്തിന്റെ 90% കടലിൽ നിന്ന് തന്നെയാണെന്നാണ് കണക്ക്. തത്തുല്യമായ അളവിൽ ഭൂമിയിൽ മഴയും ലഭിക്കുന്നു. മഴ മൂലം അന്തരീക്ഷത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലം ബാഷ്പീകരണം കൊണ്ട് നികത്തുന്നില്ല എങ്കിൽ ഏതാണ്ട് 10 ദിവസം കൊണ്ട് അന്തരീക്ഷം വരണ്ടു പോകുമെന്നാണ് അനുമാനം. അന്തരീക്ഷ താപനില, സൂര്യരശ്മികളുടെ തീവ്രത, കാറ്റിന്റെ വേഗത, സസ്യാവരണം, ഭൗമ ഉപരിതലത്തിന്റെ ഈർപ്പം എന്നിവയെ ആശ്രയിച്ച് ബാഷ്പീകരണം വർദ്ധിക്കും. അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബാഷ്പീകരണം കുറയുകയും ചെയ്യും. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? കാറ്റിലൂടെ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം.
ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അന്തരീക്ഷമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ അന്തരീക്ഷം മലിനീകരിക്കപ്പെടുന്നുണ്ടല്ലേ? എങ്ങനെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അന്തരീക്ഷവായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അല്ലേ? വ്യവസായശാലകളിൽ നിന്ന് പുക ഉയരുകയാണ്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം മൂലം എന്താണ് അന്തരീക്ഷം മലിനമാകുന്നുണ്ട്. വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നതും അതുപോലെ തന്നെ പാടങ്ങളിലെ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കച്ചി കത്തിക്കുന്നതും പിന്നെന്താണ് അഗ്നിപർവ്വത സ്ഫോടനം, അതുപോലെ തന്നെ പടക്കങ്ങൾ അല്ലേ? ഇതിന്റെ എല്ലാം ഉപയോഗം എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇവിടെ വിഷ പുക ഉയർന്നു പൊങ്ങുകയാണല്ലേ? നമുക്ക് ശ്വസിക്കാൻ കഴിയാത്തത്രയും വാതകങ്ങൾ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അമ്ലമഴ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ 5ൽ കുറവാണെങ്കിൽ അതിനെ എങ്ങനെ കണക്കാക്കും? അമ്ലമഴയായിട്ട് കണക്കാക്കും. അപ്പോൾ ഓർത്തു വെച്ചോണം, ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. എക്സാമിന് ചോദിക്കുവേ. വായു മലിനീകരണം കുറച്ചാൽ നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ താമസക്കാർക്ക് അവരുടെ ആയുസ്സിൽ 12 വർഷം കൂടി കൂട്ടിക്കിട്ടുമെന്ന് ഷിക്കാഗോ സർവകലാശാലയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പലതുണ്ട് പരിഹാരങ്ങൾ. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അതുപോലെ തന്നെ സോളാർ ഉപയോഗിക്കാം. നമ്മൾ ഡീസലും പെട്രോളും ഉപയോഗിച്ചുള്ള വണ്ടികൾ ഒഴിവാക്കി സൈക്കിള് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കാം. പിന്നെന്താണ്? പൊതുവാഹനങ്ങൾ ഉപയോഗിക്കാം, വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാം, കാൽനടയാത്ര ചെയ്യാം. ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് മറ്റുള്ള വാഹനങ്ങളെ ആശ്രയിക്കാം. സാധിക്കുമെങ്കിൽ വിറകടുപ്പുകൾ പരമാവധി ഒഴിവാക്കണം. വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തോ ചെയ്യുന്നുണ്ട്? പുക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും കഴിയുന്നത്ര ഒഴിവാക്കുക. പിന്നെന്താണ്? മാലിന്യങ്ങൾ കഴിവതും എന്ത് ചെയ്യണം? കത്തിക്കാതെ ഇരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അന്തരീക്ഷ ഘടനയാണ്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എങ്ങനെയാണ് തിരിച്ചേക്കുന്നത്? 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ്? ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ ആണ്, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ആണ്, പിന്നെ മീസോസ്ഫിയർ ആണ്, അതിനുശേഷം തെർമോസ്ഫിയർ ആണ്, പിന്നെ എക്സോസ്ഫിയർ ആണ്. ഓക്കെ, നോക്കിക്കേ അന്തരീക്ഷ പാളികൾ. നമുക്ക് ഓരോ അന്തരീക്ഷ പാളിയെ കുറിച്ച് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ 5 തരം പാളികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമ ഉപരിതലത്തിൽ നിന്ന് എത്രയാണ്? ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ഉള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ചൂട് കൂടുതലാണ്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ ആണ്.
പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളിയാണിത്. കൂടാതെ മേഘരൂപീകരണം, മഞ്ഞ്, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണ്? ഈ പാളികളിലാണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്താണ്? ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അടുത്തത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷപാളിയാണിത്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. ഓസോണിനെ കുറിച്ച് നോക്കാമേ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമ ഉപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ടാകും, കൃഷിനാശം ഉണ്ടാകും, സസ്യവളർച്ച മുരടിക്കും, അതുപോലെ തന്നെ അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. എക്സാമിന് ചോദിക്കുന്നതാണ് ഓസോൺ ദിനം. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പാളിയുടെ സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 കാനഡയിലെ മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. ഈ ഉടമ്പടിയെ മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. 1994 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത്. നമ്മള് ട്രോപ്പോസ്ഫിയർ നോക്കി, സ്ട്രാറ്റോസ്ഫിയർ നോക്കി. മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഓക്കെ, അതോർത്ത് വെക്കണേ. അടുത്തത് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണിത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയണോസ്ഫിയർ എന്താന്ന് നോക്കിക്കേ. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണമെന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഇനി അടുത്തത് ലാസ്റ്റ് നോക്കിക്കേ, എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.